ഹലോ ഗായ്സ്, എൻ്റെ പേര് യുദ്ധപ്പം. നമ്മളെ ലെക്സ് പ്ലേ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, എന്താണ് നമ്മൾ ഇന്നത്തെ പരിപാടി? സോ നമ്മൾ കുറച്ച് ദിവസമായി ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് തന്നെ ചെയ്യുന്നത്. ഇനി ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ചെയ്യൂല. ഇനി ഞാൻ നിങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത്രയും ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ചെയ്തത്, ഇത് ഞാൻ വീഡിയോ കാണിച്ചു, ഇത് ഞാൻ കാണിച്ചില്ല. പിന്നെ ഞാൻ ഈ ഷീപ്പ് ഫാർം കാണിച്ചില്ല, അതായത് വൂള് കിട്ടുന്ന, പിന്നെ ഈ കൗ ഫാമും കാണിച്ചില്ല. ഇതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ല. ബട്ട് ഇനിയുള്ളതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു പെട്ടി തുറന്നു നോക്കിയത് അവിടെ 49 വൂള് വന്നിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ അയൺ ഫാമിലോട്ട് പോയാൽ, ഞാനവിടെ ഇത്ര നേരം AFK നിൽക്കുമായിരുന്നു. നേരെ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിങ്ങോട്ടെത്തി. ഇത് തുറന്നു നോക്കിയാൽ നിങ്ങൾ കണ്ടോ 1 2 3 4 സ്റ്റാക്ക് 21 അയണായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മതിയായിരിക്കും. ഇതെൻ്റെ AFK റൂമാണ്. ഇത് നന്നായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ ഓടി എൻ്റെ ഹങ്കർ കുറയാണ്. നമുക്കൊരു കുതിരേനെ പെറ്റാക്കിയാലോ എന്ന് ആഗ്രഹമുണ്ട്. ഇനി നമുക്ക് അവൻ്റെ പുറത്ത് കയറി പോവാം. അപ്പോൾ നമുക്ക് അവനെ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് സാഡൽ വേണം. നമുക്ക് പോയിട്ട് സാഡൽ എടുത്തുകൊണ്ട് വരാം. പെട്ടിക്കകത്ത് സാഡൽ ഉണ്ടാവുമോ? ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു സാഡലും കഴിക്കാത്തോട്ടെടുത്ത് അവിടെ തിന്നാനൊന്നും കൊടുക്കണ്ടല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഓക്കെ. അയ്യോ, ഈ ലാഡർ പണി തരികയാണ്. ഓക്കെ, നമുക്കിനി നല്ലൊരു കുതിരേനെ കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ കഴിഞ്ഞ നേരത്തെയൊക്കെ നോക്കുമ്പോൾ നിറച്ചും കുതിര ഉണ്ടായിരുന്നു. ഞാൻ നോക്കി ഇറങ്ങിയോണ്ട് ഇവിടെ ഒരു കുതിര ഉണ്ടാവില്ല. ഒരു കുതിര നമുക്ക് നല്ല സ്പീഡും ഒക്കെയുള്ള നല്ലൊരു കുതിരേനെ വേണം. പിന്നെ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാനിത് ഉണ്ടാക്കിയത് നമുക്ക് നെതറൈറ്റ് മൈൻ ചെയ്യുമ്പോൾ നമുക്ക് ബെഡ് വെച്ചിട്ട് മൈൻ ചെയ്യാം. അപ്പോൾ അതിനാണ് ഞാനത് ഉണ്ടാക്കി വെച്ചത്. അപ്പോഴത്തേക്ക് അതങ്ങ് ആയിക്കോളും. പിന്നെ ഇന്ന് നമുക്ക് വേറൊരു പണിയും കൂടെ ചെയ്യാനുണ്ട്. ഡയമണ്ട് മൈനിങ് ആണ്. ഞാൻ കഷ്ടിച്ചൊരു 1 മണിക്കൂർ തന്നെ മൈൻ ചെയ്യാം. പറ്റുന്നത്രയും മൈൻ ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കും. ബട്ട് ഇവിടെ ഒരു കുതിരേനെ കാണുന്നില്ല. ഞാൻ കുറച്ച് നേരം ഒരു കുതിരേനെ നോക്കിയിട്ട് നിങ്ങളോട് പറയാം. ഓക്കെ, നമ്മളിവിടെ ഒരു കുതിരേനെ കണ്ട്. ബട്ട് ഇവനൊരു കുട്ടിയുണ്ട്. ഇവിടെ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, നമുക്ക് ഇവനെ എടുക്കാം. ഇവന് മേത്തൊക്കെ ഇതാ നിറച്ചും പുള്ളിയൊക്കെ പോലെ ഉണ്ട്. നമുക്ക് ഇവനെ ഒരു കാര്യം ചെയ്തൊക്കെ ഒറ്റ മിനിറ്റ്. ഇവൻ്റെ കയ്യിലൊന്നും നമ്മൾ വെക്കരുത്. ഇങ്ങനെ കൈ ചുമ്മാ വെച്ചിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കണ്ടോ, എന്നെ ഇപ്പോൾ താഴെ ഇടും. ഒന്നുകൂടെ നമ്മളവനെ കൺട്രോൾ ചെയ്ത് നമ്മളെ ഭാഗത്താക്കണം. ഇവ കുറച്ച് ടഫാണല്ലോ. നേരെ. ഓക്കെ, അവൻ നമ്മളോട് ഇതായി. ഇനി നമുക്ക് ഇവനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ പോരെ. എങ്ങനെയായിരുന്നു സാഡിൽ ഇട്ട് കൊടുക്കുക? ശരിയാ. അവൻ്റെ പുറത്ത് കയറി. ഓക്കെ, സാഡലിട്ടു. ഇനി നമുക്ക് റൈഡ് ചെയ്താൽ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ബട്ട് അവൻ്റെ കൂടെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇവനെ ഞാനൊന്നും ചെയ്തില്ല. അവൻ വളർന്ന് വലുതായിക്കോട്ടെ. വാ കൂടെ വാ. കമോൺ. ഇവനെ ഇപ്പോൾ കുരുതി കൊടുക്കുകയാണെന്ന് എനിക്കാവില്ല. ഇവൻ കൂടെ വരട്ടെ. നമുക്ക് ഇവനെയും കൂടെ ഫെൻസ് ഗേറ്റിനകത്ത് ഇടാം. വാ ഓടി വാ. അപ്പം നിങ്ങൾക്കുള്ളൊരു പണി എന്താണെന്ന് ചോദിച്ചാൽ, ഇവന് പറ്റിയ നല്ലൊരു പേര് കമൻറ്റ് ചെയ്യണം. ഇവൻ്റെ മേത്ത് നിറച്ച് പുള്ളിയുണ്ട്, പിന്നെ ഒടുക്കത്തെ സ്പീഡുമാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പേരിടുക. നല്ല പേര് കമൻറ്റ് ചെയ്യുക. വാടാ, കമോൺ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ ഇവനൊരു ഫെൻസൊക്കെ വെച്ച് ഇവന് പറ്റിയ നല്ലൊരു വീട് ഞാൻ ഉണ്ടാക്കട്ടെ. ഞാൻ പെട്ടെന്ന് തന്നെ ഇവൻ്റെ ഒരു വീടങ്ങ് ഉണ്ടാക്കട്ടെ ഗൈസ്. ഓക്കെ, ഞാൻ കുറച്ചൊരു 24 ഫെൻസ് ഉണ്ടാക്കി. അവന്മാർ പോയോ? അവന്മാർ പോവില്ല. അതാണ്ട് അവിടെ തന്നെ ഉണ്ട്. അവൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അവൻ ഡീസ്പോണായിപ്പോയോ? അവൻ പോകുന്നുണ്ട്. പോട്ടെ, നമുക്ക് എന്തായാലും ഇവനിപ്പോൾ എവിടെയാണ് ഉണ്ടാക്കുക, അതാണ് എനിക്ക് കിട്ടാത്തത്. നമുക്ക് എൻ്റെ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് എടുക്കാം. ഇവിടെ ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ പൊക്കത്ത് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ഒന്നിവിടെ. അല്ല, നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് ഉണ്ടാക്കാം. ഇവിടെ ആകുമ്പോൾ ഈ ചളിയിലൊക്കെ ഉള്ള പോലെ നിൽക്കും. ബട്ട് ഇവിടെ എൻ്റെ ട്രീ ഫാം ചെയ്യുന്നതാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ അങ്ങ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മളവനൊരു കൂടൊക്കെ ഉണ്ടാക്കി. ഇനി നമുക്ക് അവനെ കയറ്റിയിരുത്താം. വാ. ഇതാണ് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ഇവന് ഇവിടെ കിടന്നോളുമായിരിക്കും. പിന്നെ ഫെൻസിൻ്റെ ഗേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. കുതിരയാണ്, അത് പോകുമൊന്നുമില്ല. എന്നാലും അവൻ്റെ കൂടെ നിന്നാ കൊച്ചു കുഞ്ഞെവിടെ? എന്തായാലും ആവട്ടെ. നമുക്ക് ഓക്കെ, നമ്മളങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് വരെ പോയതാണ്. ഞാനിവിടെ ഇതായിക്കൊണ്ടിരിക്കുമ്പോൾ വെളിയിലൊരു ശബ്ദം കേട്ടു. ഞാൻ പോയി.
വന്ന് നോക്കുമ്പോഴാണ് ഞാനിവിടെ നിൽക്കുന്ന നൈറ്റ്. ഞാൻ വേഗം കിടന്നുറങ്ങി. ചുറ്റും ക്രീപ്പറും. എങ്ങനെയാണ് രക്ഷപ്പെട്ടതാണ്. സോറി, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയതാണ്. ഒരു ശബ്ദം കേട്ട് ഐസ്ക്രീംകാരൻ വന്നു. പക്ഷെ ഐസ്ക്രീം കിട്ടിയില്ല. അയ്യോ, ഇതെന്താണ് ഇത്രയൊന്നും വേണ്ട. ഫുള്ള് മിസ് ക്ലിക്കാവുന്നു. ഇത് രണ്ടും എടുത്ത് നമുക്ക് ഈ ഫെൻസിൻ്റെ മുകളിൽ വെക്കാം. ഒരെണ്ണം എന്താ ഇവിടെയും കിടന്നോട്ടെ. സോ ഓക്കെ, നമുക്കിനി നമ്മുടെ ഡയമണ്ട് മൈനിങ് തുടങ്ങണം. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ദേഹം കണ്ടോ? ഒറ്റ ആർമറില്ല. ഞാൻ പോയി ആർമർ ഉണ്ടാക്കട്ടെ. നമുക്ക് നെതറിനകത്ത് ഒന്നുകൂടെ കയറണം. ഫോട്ടോസ് കണ്ടുപിടിക്കണം. പെട്ടെന്ന് തന്നെ ഡ്രാഗനെ കൊല്ലണം. അയ്യോ, അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനാണ് നമ്മൾ ഡയമണ്ട് മൈനിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലയൺ ഒരു ഹെൽമെറ്റ് ഉണ്ട്, അതങ്ങ് എടുത്തേക്കാം. നിൽക്ക്, ഞാൻ ഫുള്ള് ആർമറൊക്കെ ആക്കിയിട്ട് കാണാം. നമ്മളെന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ഓടണം? ഇവനെ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? യെസ്, ഇവനെയും കൊണ്ട് ഇങ്ങനെ പോവുക. എന്നിട്ട് ആ കുഴിക്കകത്തോട്ട് ഇവൻ ഇറങ്ങുമോ? അതാണ് എൻ്റെ പറഞ്ഞു തരുന്നില്ല. അയൺകോളം അവിടെ വന്നോ, മറ തുറക്കുക. 24 നമുക്ക് എടുക്കുക. 24 മതിയായിരിക്കുമോ? എത്രയോ വേണമല്ലോ, നോക്കട്ടെ. ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ബൂട്ട്, ഒരു പാൻറ്, ലെഗിൻസ്. സോ അതും ഇട്ടപ്പം ഓക്കെ, നമ്മളങ്ങനെ കംപ്ലീറ്റ് ആർമറായി. പിന്നെ ഷീൽഡില്ല അല്ലേ? ഷീൽഡ് വേണമെന്നില്ല, എന്നാലും ഉണ്ടാക്കിയേക്കാം ഒരു സേഫ്റ്റിക്ക്. ഇപ്പം ഇടുന്നില്ല ഞാൻ എന്തായാലും. ഓക്കെ, അങ്ങനെ അത് സെറ്റായി. പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്ന ഡീപ്പ് സ്ലീറ്റാണ്. എന്തൊക്കെയായാലും നന്നായിട്ട് തന്നെ നമുക്ക് പിക്കാക്സ് വേണം. കുറച്ച് സ്റ്റിക്കും ഉണ്ടാക്കി ഉള്ളത് വെച്ച് അയ്യോ, കുറച്ചുകൂടെ എടുക്കണം കേസ്. ഇതിനകത്ത് അയാണേ ഉള്ളു. ഒരു സ്റ്റാക്ക് ഇങ്ങോട്ട് കയ്യിലോട്ട് എടുക്കാം. എടാ, അവൻ അതിൻ്റെ ഉള്ളിലോട്ട് വീഴും. വാ പോലെ ഇങ്ങോട്ട് ഇവിടെ നീ 1/2 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്ക്. ഞാനിപ്പോൾ വരാം. നേരെ പോവാ. 3 പിക്കാക്കോ. സ്റ്റിക്ക് തീർന്നുകൊണ്ടാണ് ഉള്ളത് വെച്ച സ്റ്റിക്ക്. വീണ്ടും പിക്കാക്സ് 1 2 3 4 5 6 7 8 9 പിക്കാക്സ് ഉണ്ട്. അത് മതി. ബാക്കി അയൺ ഇതിനകത്ത് തന്നെ അങ്ങ് വെച്ചേക്കാം. വീട്ടിൽ വെക്കാം, എന്നാലും ഇതിനകത്ത് ഇപ്പോൾ കിടക്കട്ടെ. നമുക്കിനി നേരെ ഇവനെയും കൊണ്ട് എൻ്റെ മൈനിങ് ഏരിയ ഇവിടെ ഉണ്ട്. സോ ജസ്റ്റ് ഞാനൊന്ന് ചുമ്മാ റെഡിയാക്കി വെച്ചാണ്. അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഞാൻ കുറച്ച് ടെമ്പററി ബ്ലോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നു. ഇതാ നമ്മുടെ മൈനിങ് ഏരിയ ഇത് ഇവിടെ തന്നെ ഉണ്ട്, കണ്ട? യെസ്. അപ്പോൾ ഇവനെ ഇവിടെ നിർത്തിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവൻ പോകുന്നില്ലല്ലോ അല്ലേ? പോകുന്നില്ലായിരിക്കും. നീ അവിടെ നിന്നോട്ടോ. എൻ്റെ അടുത്ത് ലീഡുണ്ടോ? അതുമില്ല. എന്തായാലും ആവട്ടെ, നമുക്കപ്പോൾ ഇതിനകത്തോട്ട് ഇറങ്ങാം. സോ കണ്ട, ഞാനിവിടെ സ്റ്റെയർ കേസ് പകുതി വരെ വെച്ചുള്ളൂ. ബാക്കി വെക്കാൻ മടിയാണ്. ബാക്കി നമുക്ക് വെക്കാം, ഉറപ്പായിട്ടും വെക്കാം. ഇതിൻ്റെ റൂഫൊക്കെ ഒന്ന് മാറ്റി, സൈഡൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അടിപൊളിയാക്കി എടുക്കണം. എനിക്ക് ഇവിടെ നിന്നാണ് 2 ഡയമണ്ട് കിട്ടിയത്. ഞാൻ റെഡ് സ്റ്റോണിനൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. സോ ഇതെപ്പോൾ എത്താനാ? ഓക്കെ, അത് ഇവിടം കൊണ്ട് നമ്മളെ സ്റ്റെയർ കേസ് എൻഡ് ആവും. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ തല തട്ടി ഇതേപോലെ ഇങ്ങനെ ഇറങ്ങണം. സോ ഓക്കെ, നമ്മളിങ്ങനെ ഇറങ്ങി ഇതെവിടെ എത്തി. ടോർച്ച് 17 ഉള്ളൂ. ഇത് തികയോ? ഞാൻ ടോർച്ച് എടുക്കാണ്ടാ വന്നേ. ഞാനിത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ മൈൻഡ് ചെയ്തു. അങ്ങോട്ടേക്ക് അധികം പോകാത്തതാണ് നല്ലത്, കാരണം അങ്ങോട്ടേക്ക് ലാഭമാണ്. ഈ ടോർച്ചിങ് കൊണ്ടാ. അയ്യോ, ഇവിടെ ഭയങ്കര ഇരുട്ടാണല്ലോ. കാര്യം ചെയ്യാം, ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവിടെ നിന്ന് 1 2 ഇവിടെ തൊട്ട് കുഴിച്ചു കൊടുക്കാം. 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് ഇവിടെ നിന്ന് കുഴിക്കാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളെ ഞാൻ അറിയിക്കാം. 1 ഗോൾഡ്, 2 ഗോൾഡ്, 3 4 ഗോൾഡ്, ഇതാ 5ാമത്തെ ഗോൾഡ്. 1 പിക്കാക്സ് പൊട്ടി. നെക്സ്റ്റ് പിക്കാക്സ്. വീണ്ടും മൈനിങ്. 1 റെഡ് സ്റ്റോൺ, 2ാമത്തെ റെഡ് സ്റ്റോൺ, 3ാമത്തെ റെഡ് സ്റ്റോൺ, 4ാമത്തെ റെഡ് സ്റ്റോൺ, 5ാമത്തെ റെഡ് സ്റ്റോൺ. ഇനി ബാക്കി കണ്ടിന്യൂഡ് മൈനിങ്. പിന്നെ റെഡ് സ്റ്റോൺ, പിന്നെയും ഗോൾഡ്. ഇവിടെ ഒത്തിരി ഗോൾഡ് ഉണ്ട്. ഇതുവരെയായിട്ട് നമുക്ക് ഡയമണ്ട് ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് 20 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. എന്തായാലും ഇത്രയും സമയത്തൊന്നും കിട്ടാനൊന്നും ചാൻസ് ഇല്ല. കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും. ഗോൾഡ് മൈൻ ചെയ്തപ്പോൾ പിന്നെ റെഡ് സ്റ്റോൺ. ഇതാ ഇവിടെ ഒരു ലാപ്പിസ്. ഞാൻ ആ വഴി അങ്ങ് നിർത്തി. ഇനി നമുക്ക് ഇപ്പുറത്തുനിന്ന് അതുപോലെ തന്നെ 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് കയറാം. സോ ലാപ്പിസ് വേണം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് മൈൻ ചെയ്തത്. 1 2 ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൈൻ ചെയ്യുക. എൻ്റെ പിക്കാക്സ് ഇപ്പോൾ പൊട്ടും. ഇപ്പം പൊട്ടും. ഇത് പൊട്ടണമില്ലേ? ആ, അതും പൊട്ടി. ഇനി നെക്സ്റ്റ് പിക്കാക്സ്. ഇതാ ഇവിടെ ഗ്രാവലെത്തി. ഗ്രാവലിനകത്ത് പൊട്ടിക്കാൻ ടോർച്ച് എടുക്കുക, പൊട്ടിക്കാൻ വെക്കുക. ഓക്കെ, മുകളിൽ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇത് പൊട്ടിക്കുമ്പോൾ അതും വരുമല്ലോ. പിന്നെയും ഗോൾഡ്, പിന്നെയും ഗോൾഡ്. ഓ സോംബി. മനുഷ്യൻ്റെ നെഞ്ച് കത്തി. ഞാൻ മൈൻഡ് ചെയ്ത് ഇവിടം വരെ എത്തി. ഈ ടോർച്ചൊക്കെ പോരട്ടെ. ഞാനിപ്പോൾ എത്ര നേരം മൈൻഡ് ചെയ്തു. ഈ പിക്കാക്സ് ഇപ്പോൾ പൊട്ടും. ഓ ലാവ. എനിക്ക് ലാവ വേണ്ട, എനിക്ക് ഡയമണ്ട് മതി. നമുക്ക് റൂട്ട് മാറ്റാം. ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് സ്കിപ്പ്. ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കുഴിക്കാം. ഇത് ഞാൻ വന്ന സ്റ്റെയറാണ്. പിക്കാക്സ് ഇപ്പോൾ പൊട്ടും. അയ്യോ, ഇത് ഞാൻ നേരെ വന്ന മൈൻഡ് ചെയ്ത വഴിയെത്തി. ഒന്നുമില്ല, നമുക്ക് നേരെ പോവാം. നെക്സ്റ്റ് പിക്കാക്സ്. അയ്യടാ മനമേ, എടാ വാടാ. ഗൈസ്, ഇവിടെ 2 സോംബി എന്നെ തകർക്കാനോ? മറ ഒരുത്തനും കൂടി ഉണ്ട്. അതാണ്ട് അവനെവിടെ എവിടെയോ കേട്ടു. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ പോയി. സോ നമുക്ക് മൈനിങ് കണ്ടിന്യൂ ചെയ്യാം. പുറകിൽ നിന്ന് വന്ന് തട്ടുന്നോടാ. ഇവൻ പോയിട്ടൊന്നുമില്ല. എൻ്റെ മോനെ, മനുഷ്യന് മൈൻഡ് ചെയ്യാനും സമ്മതിക്കൂല. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഡയമണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, എത്ര നേരം കൊണ്ട്! 30 മിനിറ്റ്, അരമണിക്കൂർ എടുത്തു നമ്മൾ ആദ്യത്തെ ഡയമണ്ട് എത്താൻ. ഒറ്റ മിനിറ്റ്, നീ ഇവിടെ നിൽക്കുക, എൻ്റെ ഇൻവെൻട്രിയിൽ വരട്ടെ. ഓക്കെ. പുറകിൽ ഒരെണ്ണം കൂടെ. എൻ്റെ മോനെ, അങ്ങനെ നമുക്കൊരു പിക്കാക്സിനുള്ള ഡയമണ്ടായി. വീട്ടിൽ 2 ഉണ്ട്. ഇനി നമുക്ക് തിരിച്ച് മൈൻഡ് ചെയ്യാം. ദോ വരുന്നൊരു സോംബി. പോ. നോക്കിങ്ങോട്ട്, നമ്മുടെ അടുത്ത ഡയമണ്ട്. എൻ്റെ മോനെ. അതാണ്ട് മുകളിലൊന്ന്. എടാ പൊളി ഗൈസ്. വാ. എനിക്ക് വയ്യ. അതാണ്ട് അടുത്തത്. പറഞ്ഞോട്ടെ. എടാ, ഇതെന്താ ഇത്? വാ. യൂടോ, എൻ്റെ മോനെ, എൻ്റെ ലക്ക്. വേഗം പോയി ലോട്ടറി എടുക്കണം കടയിൽ പോയിട്ട്. എൻ്റെ ലക്ക്, എൻ്റെ മോനെ. വാ ഇങ്ങോട്ട്. ഈശ്വരാ, ഇത് കൊഴിക്കുമ്പോൾ അങ്ങോട്ടൊരു 10 ബ്ലോക്ക് ഉണ്ടാവണേ. ഇല്ല, ഇതും കൂടെ ഉള്ളൂ തോന്നുന്നു. കഴിഞ്ഞ്. എൻ്റെ മോനെ, 8 ഡയമണ്ട്. എടാ, ഞാനിങ്ങനെ നേരെ മൈൻഡ് ചെയ്ത് പോവായിരുന്നു. നോക്കുമ്പോൾ സൈഡിൽ ഇനി ഉണ്ടാവുമോ? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ മോനെ, 8 ഡയമണ്ട്. ഓക്കെ, കണ്ടിന്യൂ മൈനിങ്. ദോ അടുത്തത്. എൻ്റെ മോനെ, ഇത് അടുത്ത ഡയമണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളൂ. അത് തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ. വീണ്ടും. എടാ ഇതെന്താണ് ഇത്? ഇതെനിക്ക് വേണ്ട. അടുത്തത്. എനിക്ക് ഭ്രാന്തായതോ അതോ ഗെയിമിന് ഭ്രാന്തായതോ? അടുത്തത്. വാ. എല്ലാം എൻ്റെ. എൻ്റെ മോനെ, അതാ നമുക്ക് ഇവിടെ നിന്നും കിട്ടി. 12 ഡയമണ്ടായി. നമുക്ക് ഫുൾ ആർമറും ടൂൾസിലോട്ട് മാറാൻ എത്ര എണ്ണം വേണം അറിയില്ല, നോക്കാം. യെസ്, നമുക്ക് കണ്ടിന്യൂ മൈനിങ്. പിന്നെയും റെഡ് സ്റ്റോൺ. കമോൺ. ഇത് ലാപ്പിസ് ഞാൻ വെച്ച ഡയമണ്ടാണ്. ഇങ്ങോട്ടേക്ക് കൊത്തിയെടുക്കാം. വീണ്ടും ലാപ്പിസ്. ഇത് മറ്റേ എൻജാനിങ് സ്റ്റേഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരും. 3 എണ്ണം എങ്ങാണ്ടല്ലേ വേണ്ടേ? അതെന്തെങ്കിലും ആവട്ടെ. എൻ്റെ ഇൻവെൻട്രി ഫുള്ളായി. ഈ ഷീൽഡ് എടുത്ത് കൈ പിടിച്ച് റോട്ടം ബ്ലഷ് എടുത്ത് വലിച്ചെറിയാം. ലാപ്പിസ് അത് മതി. ഇനി നമ്മൾ ലാപ്പിസ് എടുക്കുന്നില്ല. അടുത്ത പിക്കാക്സ്. 9 പിക്കാക്സ് കൊണ്ടുവന്നതാ. ഞാൻ എവിടെയോ വിച്ചിൻ്റെ സൗണ്ട് കേട്ടു. മിക്കവാറും അത് ഇതിനകത്ത് എവിടെയെങ്കിലും സ്പോൺ ആവായിട്ടുണ്ടാവണം.
കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഇനി റൂട്ട് മാറ്റാം. എന്തൊക്കെയായാലും നമുക്ക് ഇവിടെ വെച്ച ടോർച്ച് അങ്ങ് എടുത്തേക്ക്. ഇവിടെ നല്ല ടോർച്ച് എടുത്താൽ അത് സ്പോൺ ആവും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് റൂട്ട് മാറ്റാം. ഓ, ഇവിടെ നിന്നാണ് എനിക്ക് മറ്റേ കുറേ ഡയമണ്ട് കിട്ടിയത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കയറി. കാരണം എൻ്റെ ടോർച്ചൊക്കെ തീർന്നു. പിന്നെ നമുക്ക് ഇത്ര ആവശ്യത്തിന് മതി. ഇപ്പോൾ കുറച്ച് നമുക്ക് പിന്നെ പോയി മൈൻഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് കിട്ടി. ഇനി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിനകത്തോട്ടൊന്ന് കയറട്ടെ. എനിക്കിപ്പോൾ എന്തൊക്കെയോ ശ്വാസം കിട്ടിയ പോലെ ഉണ്ട്. വീട്ടിനകത്തുള്ള ചെസ്റ്റിലുള്ളതും കൂട്ടുമ്പോൾ 14 ഡയമണ്ട്. നമുക്കിത് വെച്ച് ഇപ്പം തന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതിന് മുമ്പ് എൻ്റെ ഇൻവെൻറ്ററി ഞാനൊന്ന് സോർട്ട് ചെയ്ത് വൃത്തിയാക്കട്ടെ. ഓക്കെ, നമ്മളിത് ഇവിടെ നിങ്ങളെൻ്റെ ഇൻവെൻറ്ററി കാണുന്നുണ്ടാവും. ഇത്രയും സാധനങ്ങൾ കിട്ടിയ 6 ലാപ്പിസ് എല്ലാം ഒരു സ്റ്റാക്ക് ഉണ്ട്. ഞാനവിടെ എടുത്ത് വെച്ചു. 1 സ്റ്റാക്ക് ലാപ്പിസ്, റെഡ് സ്റ്റോണ്, 37 ഗോൾഡ്, റോ ഗോൾഡ്, 14 ഡയമണ്ട്. നമുക്കിത് വെച്ച് ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഒരു ഡയമണ്ടിൻ്റെ പിക്കാക്സ്, ഒരു ആക്സ്, സോഡ് ഉണ്ടാക്കണം. ഒരു ചെസ്റ്റ് പ്ലേറ്റും ഉണ്ടാക്കി നമുക്കങ്ങ് നിർത്താം. ഓക്കെ, നമ്മളങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കി. ഇനി നമ്മൾക്ക് ഈ പിക്കാക്സിലോട്ട് എൻജാനിങ് ഒക്കെ ആഡ് ചെയ്യാം. ഇതാ നമ്മളെ പിക്കാക്സ് എടുത്ത് ഇവിടെ വെക്കുക. മെൻഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ പിക്കാക്സ് എടുത്ത് വെക്കുക. സിൽ ടച്ച് പിക്കാക്സ് ആണ് എൻ്റേത്. ഫോർച്യൂൺ നമുക്ക് വേണം. സിൽ ടച്ച് ആഡ് ചെയ്യാം. അടുത്തത്, അയ്യോ, അൺബ്രേക്കിംഗ് 3 ആഡ് ചെയ്യാൻ എൻ്റെ അടുത്ത് കോസ്റ്റ് ലെവലില്ലല്ലോ. ഒന്നുമില്ല, നമുക്ക് ലെവൽ ഉണ്ടാക്കിയിട്ട് വരാം. വാടാ. അങ്ങനെ അവൻ്റെ കുറച്ച് എക്സ്പി എടുത്തു. ഇനി ഇവൻ വാടാ. ഓക്കെ, കറക്റ്റ് ചെയ്ത് പൊട്ടുകയും ചെയ്തു. കുറച്ചുകൂടെ ലെവല്. ദോ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ ഒരു ചവറ്, ആവശ്യമില്ലാത്ത സാധനങ്ങൾ. ഇവന്മാരെ വാടാ. എന്നെ ഇപ്പോൾ അവന്മാർ തുപ്പും. ഒന്നുകൂടെ. ഓക്കെ, എൻ്റെ എക്സ്പി എവിടെടാ? വാ. തിരി. ഓക്കെ, അവന്മാരെ തീർത്തു. എക്സ്പി കിട്ടി. 6 ആയില്ല. അയ്യോ, ഇത് നമ്മളെ കുതിരയല്ലേ? ഇവനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇടാം. ഒറ്റ മിനിറ്റ്. അതോ ഇവിടെ കുറച്ച് കോൾ ഇരിക്കുന്നു. ഇതങ്ങ് മൈൻഡ് ചെയ്യാം. എന്താ ലെവൽ കിട്ടാത്ത? അല്ല, കോള് മൈൻഡ് ചെയ്ത ലെവൽ കിട്ടണമല്ലോ. കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള ലെവലായി. ഇനി നമുക്കത് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ വെച്ചെടുത്താൽ നമ്മുടെ ഒരു അടിപൊളി പിക്കാക്സ് റെഡി. ഇനി നമുക്കൊരു ഫോർച്യൂൺ പിക്കാക്സും കൂടെ വേണം. ഇത് വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, സ്റ്റോണൊക്കെ അതേപടി മൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളെ ചെസ്റ്റ് പ്ലേറ്റ് നമ്മളെടുത്തിപ്പോൾ ഇത്രയും സാധനങ്ങളായി. ഇനി എനിക്കൊരു ബൂട്ടും കൂടി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡയമണ്ട് ആർമറും ആവും, ടൂൾസും ആവും. ശവലുണ്ടാക്കുക, ഹോയൊന്നും വേണ്ട. സോ അപ്പം നമ്മൾ അത്ര റെഡിയായി. ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നേരെ നെതറൈറ്റ് മൈനിങ്ങിന് പോകാനാണ്. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ ഓഫ് ക്യാമറയിൽ മൈനിങ് ചെയ്തിട്ട് ബൂട്ടും കൂടെ ഒപ്പിക്കാം.